വെൽക്കം ബാക്ക് ടു ദ ചാനൽ. അപ്പോൾ ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മളിന്ന് കളിക്കാൻ പോകുന്ന ഗെയിം മൈൻക്രാഫ്റ്റാണ്. അതിൻ്റെ അകത്തെ ഒരു സർവൈവൽ സീരീസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് കാണാൻ മനസ്സിലാവും, ആ ഒരു വില്ലേജിനകത്ത് സ്പോണായി വീണിട്ടുള്ള നല്ലൊരു കേവ് ഇവിടെ കാണാനുണ്ട്. നമ്മൾ കുറച്ച് നടന്നു ഇത് കിട്ടാനായിട്ട് കുറച്ച് നടന്നിട്ട് എന്നിട്ടാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട എന്താണെന്ന് പറഞ്ഞാൽ മരം വെട്ടുക, അത്ര വേറെ ഒന്നുമില്ല. ഇതിനകത്ത് കുറച്ച് നേരം സ്റ്റോൺ ഇട്ട് കടിയുള്ള വേവ് ഇറങ്ങാൻ പോകും. അപ്പോൾ നമ്മൾ മരമൊക്കെ വെട്ടി ടൂൾസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്ന കുറച്ച് സ്റ്റോണിൻ്റെ ആവശ്യമുണ്ട്. ഇവിടെ എന്തായാലും സ്റ്റോൺ ഇരിപ്പുണ്ട്, അവിടെയൊക്കെ കുറേ സ്റ്റോൺ ഉണ്ട്. പക്ഷേ നമ്മുടെ അഡ്വഞ്ചറായിട്ട് നമ്മൾ ഈ കേവ്, ഇവിടെ ഒരു കേവ് ഉണ്ട്, കാണിച്ചു തരാം. ക്രൗച്ച് ചെയ്തിട്ട് ഈ കേവിലോട്ടാണ് നമ്മൾ ഈ കല്ല് പറിക്കാൻ വേണ്ടി ഇറങ്ങാൻ പോകുന്നത്. കുറേ അയണക്കറി കാണുന്നുണ്ട്, നമുക്കതൊക്കെ പറിച്ചെടുക്കണം. ഇനി അടിയിൽ പോകണമെങ്കിൽ ശകലം ബ്ലോക്ക് വെട്ടിക്കൊണ്ട് പോകാമെങ്കിൽ ശകലം മണ്ണ് വെട്ടാം. അടിയിൽ തന്നെ വെട്ടിക്കൊട്ടപ്പിന് കുഴപ്പമില്ല. അയ്യോ, അപ്പോൾ കുറച്ച് ഇതായിട്ടുണ്ട്, നമ്മൾ എടുത്ത് വെക്കാൻ കയ്യിൽ. കുറച്ച് മരം കിട്ടിയിട്ടുണ്ട്. ഇതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാം, അപ്പുറത്തോട്ട് പോകാൻ ഈസി. അയ്യോ, ഇവിടെ എടാ, ഞാൻ ആദ്യം സ്പോണായ സ്ഥലത്ത് തന്നെ വന്നാ നല്ലതാ. എനിക്കെന്തിൻ്റെ കേടായിരുന്നു ഇപ്പോൾ മനസ്സിലായില്ല. ഞാൻ അവിടുന്ന് ചത്ത് ഞാൻ കണ്ടില്ല. പെട്ടെന്ന് നമ്മൾ കീപ്പ് ഇൻവെൻറ്ററി ആദ്യം ഞെക്കി വെച്ചുകൊണ്ട് ഒരു കുഴപ്പമില്ല. നമുക്കൊരു ബോട്ട് ഉണ്ടാക്കാൻ എനിക്ക് സ്ഥലം അറിയാൻ കഴിയും. അതുകൊണ്ട് നമുക്ക് ഒരു ബോട്ട് അങ്ങോട്ട് എടുക്കാം. ഒരു ബോട്ട് ഇറക്കാൻ പോവരുത്, നമുക്കിത് പൊളിച്ചെടുത്തോണ്ട് പോവാം. ബാഹ്യമായി കേട്ടോ, കീപ്പ് ഇൻവെൻറ്ററി ഓൺ ആക്കിയതല്ല, അത് ഞാൻ തീർത്തേനെ. അതിന് ശേഷം സ്ട്രേറ്റ് ചെയ്യാം. കുറച്ച് ഇങ്ങനെ പോയി കഴിയുമ്പോൾ ഇതല്ല, ഈ ലാൻഡല്ല, ഈ കാണുന്ന ലാൻഡല്ല, ഇതിൻ്റെ അപ്പുറത്തൊരു ലാൻഡുണ്ട്. പക്ഷെ അങ്ങോട്ട് ശക്കലം ദൂരമുണ്ട്. അവിടെ തന്നെ ഉടനെ വില്ലേജുണ്ട്. അതാണ് നമ്മുടെ വില്ലേജ്. ഒരു സ്ട്രീറ്റ് അവിടെയാണ് വില്ലേജ് ഉള്ളത്. ഇവിടെ അടുത്തായിരുന്നു. നമ്മൾ അവിടെ വന്നപ്പോൾ ഒരു ബെഡിനകത്ത് റെസ്പോൺസിബിലിറ്റി സെറ്റ് ചെയ്യണ്ടായിരുന്നു, മറന്നുപോയി. ഇല്ല എന്നൊക്കെ പറഞ്ഞാൽ നല്ല തുറക്കമായിരുന്നു കേട്ടോ, പറയാല്ലോ. ഞാൻ ഇന്ന് പറഞ്ഞു അല്ല, അങ്ങോട്ട് പോകാം, നേരെ പോവും. വേറെ വെച്ചുണ്ടാക്കി ഇതിന് മറ്റേ ഡോൾഫിൻ ഇല്ലയോ? നമ്മുടെ അവിടെ നമുക്ക് ഇവിടെ അങ്ങനെ ബോട്ട് കൊണ്ട് പാർക്ക് ചെയ്തേക്കാം. അവിടെ കിടക്കണ ആൾക്കാരെ രാത്രിയാവുകയാണ്. വെറി വെറി പിന്നെ വേണ്ട, ഞാൻ പോണി എല്ലായിടത്തും പറയാട്ടോ, എല്ലായിടത്തും പറയാത്. ആ വില്ലേജ് എത്തി. നമുക്ക് ഏതെങ്കിലും വീട്ടിൽ കയറി തൽക്കാലം കിടക്കണം, നടക്കൂല. ചേട്ടാ, തയ്യോട്ടാ, ബെഡ് തീർത്തൊക്കെ സഹായിച്ചതിന് എനിക്ക് നന്ദിയുണ്ട്, താങ്കളോട് നന്ദിയുണ്ട്. ഇനി നമ്മുടെ കയ്യിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് എടുത്ത് നമുക്ക് അടിയിലോട്ട് ഇട്ട് പോവാൻ.
നേരെ എനിക്ക് ചതിക്കുഴിയിൽ ഞാൻ വീണു. ഞാൻ ചതിക്കുഴിയിൽ വീഴില്ല. അതിവിടെ അല്ലല്ലോ, അപ്പം ആ സൈഡിലാണ് ഇപ്പം കൂടെ വീട് ചെത്താൻ ഞാൻ തീർന്നു. നമ്മൾ എവിടുന്നാ ചാടിയേ? എവിടെ ഇതിന്റെ മണ്ണൊക്കെ വരുന്നുണ്ട് ഇങ്ങോട്ട്. എനിക്കും കറക്റ്റായിട്ട് അറിയൂല എവിടെയായിരുന്നു ആ കേവെന്ന്. വലിയ എന്തായാലും ഇവിടെ കണ്ടോ ആലേ കിട്ടി. നമ്മൾ ഇവിടുന്ന് ചാടുന്നതിൻ്റെ ഇടയിൽ കൂടെയാണ് ഞാൻ അടി വീണ. നമ്മുടെ പറഞ്ഞായിരുന്നു ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഇത് വീഴാണ്ട് അവിടെ ചെല്ലാന്നുള്ളതാണ്. അപ്പോൾ അതിനാദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പെട്ടിരിക്കാൻ അവസ്ഥയില്ല. ഞാനിതിപ്പോൾ അങ്ങനെ ഇറങ്ങും. ഇവിടെ ഒരു ഡയറക്റ്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ മണ്ടപ്പടിയാണ് ഇതുകൊണ്ട് പോവുക. ഓക്കെ, ഇതിന് സൂക്ഷിക്കണം ഗൈസ്. കാരണം ചിലപ്പോൾ വീഴാനുള്ള ചാൻസൊക്കെ. പക്ഷെ നമ്മൾ റേഷൻ പോയിന്റ് സെറ്റ് ചെയ്തുകൊണ്ട് കുറച്ച് ഇതിൻ്റെ അല്ല സ്റ്റോണിൻ്റെ ആവശ്യമുണ്ട്. നമ്മൾ സ്റ്റോൺ ഉണ്ടാക്കുക. പറയുന്നില്ല ഞാൻ. അപ്പോൾ എന്തോ എനിക്കറിയില്ല. അവിടെ തന്നെ നമുക്കൊരു 2 അയൺ അവിടെ ഉണ്ട്. അവിടെ 2 അയൺ ഉണ്ട്. അത് പോയി നമുക്ക് വെക്കണം. നമുക്ക് ഫർണസ് പിന്നെ ടൂൾസ് ഉണ്ടാക്കാനുള്ള ആവശ്യമുണ്ട്. നമ്മുടെ കയ്യിൽ പിന്നെ കൂളില്ല. അതുകൊണ്ട് ടോർച്ച് ഉണ്ടാക്കാനൊരു വഴിയുമില്ല. അങ്ങനെ കുറച്ച് മരം നമ്മൾ വെട്ടിയിട്ടുണ്ട്. അല്ല സ്റ്റോൺ ഇട്ടിട്ടുണ്ട്. 23 അതിൻ്റെ ആവശ്യം ഉണ്ടാകുള്ളൂമായിരിക്കും. നമ്മൾ പിക്കാസ് 2 പിക്കാസ്, 1 ആക്സ്, ഇത്, ഒരു ഷവല്. അപ്പം എല്ലാം തീർത്തിട്ടുണ്ട്. നമ്മൾ ഇത് പുറകെ ഇട്ടിട്ടുണ്ട്. എൻ്റെ ആക്സ് അവിടെ. പണിയല്ല ഈ സ്റ്റോൺ ആക്സൊക്കെ കാണുമ്പോൾ അയാൾ ആക്സായിട്ട് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നുണ്ട്. സ്റ്റോണൊക്കെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഇതായിട്ട് തോന്നുന്നു. എന്തായാലും അവിടെ 2 ടെറട്ടിലൊക്കെ അയ്യോ പുല്ലിപ്പോൾ ചട്ടേനെ ഇയ്യാ പാടില്ല മാറിക്കാണ് ഉണ്ടാവുള്ളൂ. പോയി ഒന്ന് കാര്യം നോക്കാറുണ്ട്. എൻ്റെ അടിയിൽ കുഴിയാണോ? നോക്കട്ടെ നോക്കട്ടെ. കുഴിയാണെങ്കിൽ ഞാൻ തീർന്നു. അയ്യോ പോയി. അടിയിൽ വെള്ളമില്ല. അയ്യോ നോക്കണേ, വെള്ളം അടച്ചിട്ടുണ്ട്. കുറച്ച് കോള് ഇവിടെയുണ്ട്. കോള് കൊത്തിയെടുക്കാം. കോളം മതി. നമുക്ക് കോളെപ്പോഴും ആവശ്യമുണ്ട്. കോള് കാണുകയാണെങ്കിൽ എപ്പോഴും അത് വെട്ടിയെടുക്കണം. ചട്ടിയ എങ്ങനെയെങ്കിലും എടുക്കണം. അല്ലേ പണിയാണ്. മൊത്തം ചെയ്തെടുക്കുകയാണ്. കാരണം നമുക്ക് കോളിന് നല്ല ആവശ്യമുണ്ട്. നല്ല ആവശ്യം എന്ന് പറഞ്ഞാൽ മോനെ വീട്ടിൻ്റെ ആവശ്യമുണ്ട്. നമ്മൾ കുറച്ച് കോള് കണിച്ചെടുക്കുകയാണ്. ഓക്കെ അതേ പോകണം. അയ്യാ ആപ്പിളും പോകുന്നുണ്ട്. കുഴപ്പമില്ല, ഓളപ്പൊക്കെ കിട്ടുന്നുണ്ട്. ഇവിടെ 2 ഇഷ്ടിയൊക്കെ ഉണ്ടാക്കി. കാരണം നമുക്ക് കോഴി കിട്ടിയില്ല. കോഴി കിട്ടണം. കാരണം ഈ ഗെയിമിൽ
ഈ സാധനം കോളാണ്. രണ്ടും പോലെ ഒന്ന് അയൺ കൊണ്ട് നമുക്ക് കുറേ സാധനങ്ങൾ ഉണ്ടാക്കാം. പക്ഷെ അതിനൊക്കെ ആർമർ പിന്നെ അതൊക്കെ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് പിന്നെ പറഞ്ഞിട്ട് ഇഷ്ടം പോലെ ഉണ്ടല്ലോ, നമുക്കെല്ലാം കൊത്തിയെടുക്കാം. ഒന്നും ഒരു മിസ്സാക്കണ്ട, എല്ലാം കൊത്തിയെടുക്കാം ഗൈസ്. അപ്പൊ ഗൈസ് നമ്മൾ അവിടെയുള്ള ശരി ഇതിന്റെ മണ്ടയ്ക്ക് ഉണ്ടായിരുന്നു. വേണ്ടടാ, അയ്യോടാ, ദേ ഇതിന്റെ മണ്ടയ്ക്ക് ഉണ്ട്. നമ്മൾ മണ്ടയ്ക്ക് കാണില്ല. അവിടെ അവനവിടെ ഉണ്ട്. അയ്യോ കൊണ്ടില്ലോട്ടോ, എന്റെ വ്യത്യാസമാണ് ഇതായി. അയ്യോ ഇവിടെ ഒരു ഗ്രാമം ആവൂല്ലേ ഇപ്പൊ. ഞാൻ ഇറങ്ങി പോടാ നമ്മളെ സൂണ്ട് പിടിക്കാൻ വന്നു കഴിച്ചിട്ടുണ്ടാകും. ഞാൻ അവനെ പിടിച്ച് നമുക്ക് കോള് എത്ര കിട്ടും നോക്കട്ടെ. ഇതിൻ്റെ ആവശ്യമുള്ള 4 കോള് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ അത്യാവശ്യം നമുക്ക് ഉള്ളിപ്പം നമുക്ക് കുറച്ച് വേണ്ട ആവശ്യമുണ്ട്. നമുക്ക് അവന്മാരായിട്ട് ഫൈറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഫർണസ് ഉണ്ടാക്കി ഒരു എൻ്റെ പൊന്നും മോനെങ്കിൽ ഇങ്ങനെ നൂളം ഓക്കെ. കുറച്ച് ഇതൊക്കെ കിട്ടിയിട്ടുണ്ട്, ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് അവിടെ ആയം കണ്ടേ. ഇവിടെ 3 ഇതേ പോകും. വെള്ളത്തിൻ്റെ കളർ അസാധ്യമുണ്ട്. ഒത്തിരി മേടിച്ചു, കാരണം നമുക്കിതും കുറച്ച് അധികം ആവശ്യമുണ്ട്. കാരണം ഇത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറേ ആവശ്യമുള്ളതാണ്. കോള് പോലെ ഒന്നും അയൺ കിട്ടൂലെങ്കിലും അത്യാവശ്യമാണ്. ഇവിടെ ഇഷ്ടംപോലെ കോളുണ്ട് കേട്ടോ. കോളിന് ക്ഷാമമില്ല, ഇഷ്ടം പോലെ. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. നമുക്ക് രാവാണ്ടൊക്കെ പിടിച്ചില്ല. ക്ലാസ് കൂട്ടി പിന്നെ എന്തിനാടാ. അയ്യോ ഇവിടെ കിട്ടിയില്ലേ തന്നെ. കിട്ടി. ഞാനും വിചാരിച്ചില്ല കളിക്കാൻ. ഇതേതാ കുറച്ച് ഞാൻ അപ്പം അങ്ങോട്ട് ഇറങ്ങുന്നില്ല. വലിയൊരു കേവാണ് കേട്ടോ, ചെറുതൊന്നുമല്ല, നല്ല വലിപ്പുണ്ട്. എന്തായാലും നമുക്ക് ഒരു കാര്യം ചെയ്യണം. ഇത് നമുക്ക് നമ്മുടെ ഇതെടുത്ത് വെക്കാം. ഇത് ഫർണസ് ഉണ്ടാക്കണം. ഫർണസ് ഇവിടെ വെക്കുക. ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ 27 അയൺ എടുത്ത് കുറച്ച് ഇതും വെച്ച് കൊടുക്കുക, തോളും വെച്ച് കൊടുക്കുക. ഇതൊക്കെ നമുക്ക് രാത്രിയായില്ലേ. മണ്ടക്കോട്ട് കയറണ്ടേ. ഒന്നാടാ തീർന്നു കേട്ടാ, പണി തീർന്നേ. അല്ല ചത്താലും വലിയ വിഷയമൊന്നുമില്ല. നമ്മൾ പേടിയ അവൻ ഇല്ലതാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ചീറ്റ് ആക്ടിവേറ്റ് ചെയ്തുകൊണ്ട് ഇതിന് കുഴപ്പമില്ല. ഒരു രാത്രിയായാലും കുഴപ്പമില്ല. ആദ്യം എടുക്കാൻ 3 അയൺ കിട്ടി.
ഇനി നമുക്ക് ചെയ്യാനുണ്ട്. ഇതിനൊക്കെ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് വെച്ചിട്ട് നമുക്കൊരു ഷീൽഡ് ഉണ്ടാക്കാം. ഇതെങ്ങനെ വെക്കുന്നത്? ഒരു ഷീൽഡ് കിട്ടി. ഷീൽഡ് എടുത്ത് ഇങ്ങോട്ട് വെക്കുക, അതുകൊണ്ട് ഇങ്ങോട്ട് വെക്കുക. ഷീൽഡ് എടുത്തതിന് ശേഷം നമ്മൾ ഇങ്ങോട്ട് വെച്ച് കൊടുക്കുക. ഷീൽഡ് എടുത്ത് ഇവിടെ വെച്ച് കൊടുക്കുക. നമുക്ക് ക്രൗച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഷീൽഡ് പിടിച്ചിരിക്കുന്നത്. ഓക്കെ, അതിനുശേഷം നമുക്ക് കുറച്ച് ടോർച്ചിൻ്റെ ആവശ്യമുണ്ട്. എനിക്ക് അതിനൊന്നും മരത്തിൻ്റെ ആവശ്യമുണ്ട്. അതിനുള്ള സ്റ്റിക്കിൻ്റെ ആവശ്യം. കുറച്ച് സ്റ്റിക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇങ്ങനെയല്ലേ വെക്കുന്നേ? ഉത്തര കുറച്ച് ടോർച്ചിൻ്റെ ആവശ്യമുണ്ട്. എല്ലാണ്ട് ആവശ്യമുണ്ട് നമുക്ക്. ഓക്കെ, 64 ഓക്കെ മതി മതി. ഇനി ഇത്ര ആവശ്യമുള്ളൂ. ഇത് നമുക്ക് കൈ പിടിച്ചുകൊണ്ട് പോവാം ഗൈസ്. നമുക്ക് ആ ഈ കേവിൻ്റെ അപ്പോൾ കുറേ നമുക്കിവിടെയൊക്കെ ില്ല നീ ഒന്നും ജനിച്ചിട്ടില്ലടാ. അവരാ തല പോട്ടെ. അയ്യോ, ഞാൻ അങ്ങോട്ടൊക്കെ ഇറങ്ങി എന്നെ കളഞ്ഞു പോയി. നല്ലതാ, വെള്ളമാണ്. ഇവിടെ വെച്ച് കൊടുക്കണം. മൈൻ ഷാഫ്റ്റ് അയ്യോടാ, മൈൻ ഷാഫ്റ്റടെ പണി കാണും കേട്ടോ. മൈൻ ഷാഫ്റ്റ് ഉണ്ട് അവിടെ. എന്നാലും നമുക്ക് ഇങ്ങോട്ട് ഇറങ്ങി പോവാൻ ഗൈസ്. എൻ്റെ വഴി തിരിച്ചു വിട്ടേ. ഇത് പണിയുണ്ടായിരുന്നു അവിടെ പോനു. എയർപോർട്ടിലാണോ? അല്ല അല്ല അല്ല, ഇത് റെസ്റ്റോറൻറ്റ്. ഡയമണ്ട് ഇല്ലയുടെ. നമുക്ക് ഇത് മൊത്തം ഒന്ന് കത്തിച്ചാലോ? ഇല്ല, അങ്ങോട്ടില്ല. അയ്യോ, ഇതുകൂടെ താവില്ല. ഇവിടെ വേണ്ടി മനുഷ്യ. എനിക്ക് പേടി അങ്ങോട്ട് പോകാനൊക്കെ. അയ്യോ, ഞാൻ അങ്ങോട്ട് തന്നെ കയറി പോയി. പോട്ടെ, നമുക്ക് മണ്ടൊക്കെ അങ്ങോട്ടൊക്കെ പോയി. ഈ വെള്ളം എവിടെ നിന്നാണ് വരുന്നത് പറയാൻ മതിയോ? ഇങ്ങോട്ട് എത്ര പെട്ടെന്ന് തീരുവാണോ? എവിടുന്ന എനിക്ക് അറിയത്തില്ല. പേടി പോകുന്നു. ഇവിടെ നിന്നാണ് ആ ഭ്രാന്തനെ നമ്മൾ കൊന്നേ. ഇതൊക്കെ കാണുമ്പോൾ മറ്റേ പിന്നെ ഇവിടെ ഉണ്ട്. മറ്റേ വളമനെ വാട്ട് എ ബ്യൂട്ടിഫുൾ സീയാ. കൊല്ലാടാ ഇവിടെ നിന്നൊക്കെ നമ്മളെ എന്തെങ്കിലും വന്നൊരു നല്ല സ്ഥലമാണ് കേട്ടോ. ഇത്ര വലിയ ഗേവൊക്കെ നമുക്ക് കിട്ടി. വലിയ ഗേവാണ് കേട്ടോ. പിന്നെ എക്സ്പ്ലോർ ചെയ്ത് കഴിയുമ്പോൾ തന്നെ എൻ്റെ പകുതി ജീവൻ തരും. ഗോൾഡ് അല്ലേ ഇത്? എൻ്റെ ഗോൾഡ് അല്ലേ? ആ ഗോൾഡ് കിട്ടി. ഡയമണ്ട് കിട്ടില്ല. ഡയമണ്ട് ഞാൻ കുറേ സർവൈവ് ചെയ്ത് ഒന്നും നേടിയിട്ടില്ല. ഇല്ലായിരുന്നു. പക്ഷെ എനിക്ക് ഡയമണ്ട് കിട്ടില്ല. എന്തെങ്കിലും കിട്ടുമോ എന്നൊരിത് മാത്രമേ എനിക്കുള്ളൂ.
വഴി വഴിയായിട്ട് ഞാൻ എന്തൊക്കെ വഴി ഈ ഡയമണ്ട് കിട്ടിയാണെങ്കിൽ അത്രയും ഇത് എന്തോ ഇത് അത് വെള്ളം. അയ്യോ ആ വെള്ളം ഞാൻ എടുത്ത് വെച്ച് ഞാൻ പോകണേ. നമുക്ക് വയ്യേ എനിക്ക് വയ്യ പോകാനും പറ്റുന്നില്ല. എനിക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പോവുകയാണ്. കുറച്ച് അയണം കിട്ടിയെടുക്കണം. ഫുൾ സെറ്റ് ആർമർ ഉണ്ടാക്കാനുള്ള അയണില്ല ഉണ്ട് കൈസ് ഇവിടെ സത്യമായിട്ട് കുറവുണ്ട്. ഗോൾഡ് അയ്യോ അത് അയൺ വെച്ചല്ലേ എടുക്കാൻ പറ്റുള്ളൂ. അതിനാ പൊട്ടണേ ഞാൻ സ്റ്റോൺ വെച്ചെടുക്കാൻ നോക്കാം. കുറച്ചും കൂടെ അയൺ കിട്ടിയിട്ടുണ്ട്. അയ്യാ നമുക്ക് ഇങ്ങോട്ടാ പോകുന്നത്. അങ്ങോട്ടല്ലേ പോകുന്നത് ആ വഴിയാണ് കുറച്ച് ബ്ലോക്കായിട്ടുണ്ട്. നമ്മുടെ കയറുന്നു അയ്യോ അത് ഞാൻ ഇനി ഇവിടെ നിൽക്കണമല്ലോ. എന്നാ golden apple. Wow, set. ഞാനൊരു ആയ ഫ്ലവർ ചെയ്തു നാളുകളായെന്ന് തോന്നുന്നു ഞാൻ രാവിലെ കണ്ടത്. ഇവിടെയൊക്കെ ഗോൾഡ് ഉണ്ടായിരുന്നു. അത് ശരി ഞാൻ ഇതൊന്നും കണ്ടില്ലല്ലോ. വന്നിട്ട് നമുക്കത്ര മുകളിലോട്ട് അറിയുക ലോഡ് സാധനമായിട്ടൊന്നും അല്ല വരുന്നത്. കുറച്ച് സാധനമായിട്ടാണ് ഞാൻ ഓക്കെ. അയൺ മൊത്തം കഴിഞ്ഞിട്ടുണ്ട്. എട്ടയൺ കൂടെ ഇട്ടേക്കാം. എട്ടയണും കൂടെ ഇവിടെ. ഇനി നമുക്ക് കുറച്ച് സാധനങ്ങൾ ചെയ്യാനുണ്ട്. എനിക്കൊരു ബൂട്ട് ഉണ്ടാക്കണമായിരുന്നു. നല്ലതാ എൻ്റെ പൊന്നെ. ഇങ്ങനെ വെച്ചാൽ മതിയായിരുന്നു. ഡിസ്പ്ലേറ്റ് അല്ല നമുക്ക് ബൂട്ട്, ചെസ്റ്റ് പ്ലേറ്റ്, ഒരു തൊപ്പി. മോനെ നമ്മളങ്ങ് ഇടുവാ മോനെ. നമ്മൾ ആർമറൊക്കെ ഇട്ട് പുളിയായി. ഏതുള്ളതിനും കൂടി എടുത്തിട്ട് ടൂൾസ് ഉണ്ടാക്കണം കൈസ്. അത് ഞാൻ മറന്നുപോയി പൊട്ടം തന്നെ. ടൂൾസ് ഉണ്ടാക്കിയില്ല. നമുക്ക് അയണിന് ക്ഷാമൊന്നുമില്ല കേട്ടോ. കുറെ അയണൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അതിനൊക്കെ ഒരു ക്ഷാമമില്ല. പത്തുകൊണ്ടെന്താവാൻ നമുക്ക് കുറച്ചും കൂടെ ആയിട്ടുണ്ട്. 24 അയണാണ് ഈ സെല്ലിൽ പോയെ. ചുമ്മാ ഒരു വെറുതെ ഇത് പറയാനാ. നമുക്ക് ഇത്ര ആവശ്യമുള്ളൂ. ഐ വാണ്ട് ബിക്കം ചീറ്റ് കാരണം നമ്മൾ സിമ്പിളാണെന്ന് പറയാൻ കഴിയുള്ളൂ. ഇത് കുഴപ്പമൊന്നുമില്ല. ഇതിൻ്റെ അകത്തായതുകൊണ്ട് മഞ്ഞേ മഞ്ഞ 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 മഞ്ഞ
ചവിട്ടി. എന്നെ കൊണ്ടേ ഉണ്ടായാല ഒരു കോപ്പും ഉണ്ടാക്കില്ല. സ്ലൈം അല്ലയോ പോണേ. മഞ്ഞ മഞ്ഞ മഞ്ഞ. അയ്യോ കുറച്ച് സ്ലൈം കൂടെ കിട്ടി. ഓക്കെ വേറൊരു സ്ലൈം കൂടെ ചാടുന്നുണ്ട് അവിടെ. അവിടെ നമ്മളായിരിക്കും പറഞ്ഞ അതെ ഉണ്ട്. എന്റെ കുഞ്ഞുമോനായിരുന്നോ ചാടിയേ? എന്റെ കുഞ്ഞുമോനായിരുന്നോ ചതിയേ? താങ്ക് യു. ഇവിടെ കാൽതൊക്കെ ഉണ്ടായിരുന്നു. കാൽത് ഇത് പറയാൻ എന്തായാലും കുഴപ്പമില്ല കേട്ടോ. നല്ലൊരു ചത്തില്ല. ജനിച്ചു വീണ സ്ഥലം സെറ്റ് സ്ഥലമായത്. നമുക്ക് കുറച്ച് ടൂൾസും കാര്യങ്ങളും ഉണ്ടാകണം. പത്തായം കൊണ്ട് ഇറക്കൊന്നും എനിക്കറിയത്തില്ല. ഒരു വിക്കാസ്, ഒരു ആക്സ്, ഒരു രാവല് ഇനിയൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. തീർന്നു. തീർന്നു. ഇത് നമുക്ക് ഇതെടുത്ത് വെക്കാം. ഓക്കെ. നമുക്കൊരു വികാസം കൂടെ ഉണ്ടാക്കണമായിരുന്നു. ഇത് പറയാനടി അങ്ങനെയാണ്. അവിടെ ഇത് നമുക്ക് ഇട്ടിട്ടുണ്ട്. കുറച്ചും കൂടെ അവിടെ വരാൻ കിട്ടുമോ? നമ്മൾ വെളി കണ്ടിട്ട് കുറേ ദിവസം ഇതിൻ്റെ അകത്ത് തന്നെയാണ് കുറച്ച് ദിവസങ്ങളായിട്ട്. കുറഞ്ഞ പോലെ ഇതിൻ്റെ അടിയിൽ എന്തോ സാധനം ഉണ്ട്. പേടിയാണ്. ഞാൻ അധികം വളർന്നിട്ടൊന്നുമില്ല. നമുക്ക് കുറച്ച് വളരാൻ എന്നിട്ട് മതി. അപ്പോൾ ഗൈസ് ഇന്നത്തെ നമ്മുടെ കുഞ്ഞൊരു വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോയിലോട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ. നമ്മൾ ഇതിൻ്റെ മണ്ടയ്ക്ക് നിർത്തി ഒരു മിനിറ്റ്. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ഗൈസ്.